നമ്മളിപ്പോൾ ടീഷർട്ടിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരിക്കും ഈ ഒരു ജനറേഷനിൽ നിൽക്കുന്ന സമയത്ത് ടീഷർട്ട് എങ്ങനെയാണ് ഒരു ട്രെൻഡിങ് സെക്ടറായി മാറിയത്? മൂവീസ്. നമ്മൾ ഈ മൂവീസ് എന്ന് പറയുമ്പം എസ്പെഷ്യലി ഹോളിവുഡ്, പിന്നെ മോളിവുഡും, പിന്നെ ടോളിവുഡും ബോളിവുഡൊക്കെ ഇതിലൊരു ഭയങ്കരമായിട്ടുള്ള റോള് വയ്ക്കുന്നത്. ശരിക്കും മോളിവുഡ് പറഞ്ഞ സമയത്താണ് നമ്മളെ തല്ലുമാല പറഞ്ഞ മൂവിയിൽ അതെ, തല്ലുമാല. ഈ തല്ലുമാലയിലൂടെയാണെന്ന് തോന്നുന്നു എനിക്ക് കേരളത്തിൽ കുറച്ചും കൂടി 5 സ്ലീവ് ഒക്കെ ഭയങ്കരമായിട്ട് പോപ്പുലർ ആ ആയത്. ഒരു മലബാർ കൾച്ചർ തന്നെ ആ ഒരു അതെ. ടീഷർട്ടിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മളെ മൂവീസിന്റെ പ്രൊമോഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ ഒരുപാട് ചേഞ്ചസ് അതെ വന്നിട്ടുണ്ട്. അതെ. ഈ പണ്ടത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര ഫോർമൽ ഷർട്ടും പാൻറ്റും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം ആക്ടേഴ്സിന് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ ഒരു ഫ്രണ്ട്ലി ഇതിൽ വന്നിരിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഈ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ്. ഇപ്പോൾ അതിൽ വന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത്, അതായത് ഇപ്പോൾ നല്ല ഓഡിയൻസ് ഉള്ള ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടീഷർട്ടിൽ അവരെ പ്രിന്റിങ്ങും മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതിലൂടെ ഒരു ആഡും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ അഡ്വർടൈസ്മെന്റും പ്രൊമോഷൻസ് ഒക്കെ മാറിയിട്ടുണ്ട്. പറഞ്ഞ ഒരു ഔട്ട്ഫിറ്റ് എന്നുള്ളതിനേക്കാളും ഒരു ഫാഷൻ ഒരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ആയി ഞാൻ വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പറയാം. പോലെ ഫാഷന്റെ ഒരു ഫേസ് അല്ലെങ്കിൽ അതെ ട്രെൻഡായിട്ട് ഈ ഒരു ജനറേഷനിൽ ശരിക്കും ഇത് മാറിയിട്ടുണ്ട് ശരിക്കും. അതെ.